ഇതേക്കുറിച്ച് പറഞ്ഞാൽ ഇവിടെ അനേക ടൂറിസ്റ്റ് ദിനം പ്രതി വന്നു പോയിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈലയുടെ വേറെ വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വെറൈറ്റി വീഡിയോ ആണ്. അപ്പോൾ ഞാനല്ല, അവർ തന്നെ പറയും. ഇന്നത്തെ വീഡിയോ എന്താ? അപ്പം തേക്കടിയിൽ കുറച്ച് പരിപാടി, നമ്മൾ ബോട്ടിങ്ങും അതുപോലെ തന്നെ തേക്കടിയിലെ ഭംഗി ആസ്വദിക്കാനായി ഞങ്ങളെല്ലാവരും തേക്കടിയിലോട്ട് പോകണം. അപ്പോൾ നമ്മൾ തേക്കടി പോയിട്ട് കാണാം. നമ്മളെങ്ങോട്ടാ പോകാൻ? ആ ഓക്കെ. നീ രാവിലെ തന്നെ കാറിൽ കയറിയോ? നീ ഇതിനകത്തങ്ങ് വരാമോ? ഞങ്ങൾ പോട്ടെ. അപ്പം നമ്മൾ ഇവിടെ തേക്കടി എത്തിയിട്ടുണ്ട്. തേക്കടിയിൽ നിന്നാണ്ട് ഇതുപോലുള്ള ബസ്സുകളുണ്ട്, ഇഷ്ടംപോലെ ബസ്സുകളുണ്ട് കണ്ടോ. അതുപോലുള്ള ഇഷ്ടംപോലെ ബസ്സുകളുണ്ട്. അപ്പോൾ അതുപോലുള്ള ബസ്സുകളിൽ നമ്മളെ കയറ്റിയിട്ട് തടാകത്തിനടുത്ത് എത്തും. അവിടെ നിന്നാണ് നമ്മളെ ബോട്ടിങ്ങിനായിട്ട് സവാരി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒത്തിരി ആളുണ്ട്. മാത്രമല്ല ഇവിടുന്ന് ബസ് ടിക്കറ്റ്, എനിക്കൊന്ന് ടിക്കറ്റ് കൗണ്ടർ അവിടെയാണ്, ബസ് ടിക്കറ്റ് കൗണ്ടർ. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഇതുപോലുള്ള ബസ്സുകളിൽ കയറ്റിയിട്ട് നമ്മളെ അവിടെ കൊണ്ടാക്കുന്നതായിരിക്കും. എവിടെ പോകണം നീ? ഇതേക്കുറിച്ച് പറഞ്ഞാൽ ഇവിടെ അനേക ടൂറിസ്റ്റ് ദിനം പ്രതി വന്നു പോയിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. പിന്നെ ഇത് 925 സ്ക്വയർ കിലോമീറ്റർ ഉണ്ട് നമ്മുടെ പെരിയാർ ടൈഗർ റിസർവ്. അത് നല്ല ഭംഗിയാണ്. നമുക്ക് ബോട്ടിംഗ് ഉണ്ട്. ഇവിടുന്ന് 4 കിലോമീറ്റർ അകത്ത് ചെറുതും ബോട്ട് ലാൻഡിംഗ് ഉണ്ട്. അവിടെ പോയി ബോട്ട് ടിക്കറ്റ് എടുക്കുക. നിങ്ങൾക്ക് അവിടെ എല്ലാം കാണാനും നിങ്ങൾക്ക് ആസ്വദിക്കാനൊക്കെ സാധിക്കും. പിന്നെ ആനിമൽസിനും എല്ലാം കാണാൻ പറ്റും. ആനിമൽസിന് ലെക്കൊണ്ടേ കാണാം. അതായത് ഓപ്പൺ ഫോറസ്റ്റ് ആണ്. അവിടെ നമുക്ക് ലെക്കൊണ്ടേ കാണാം. ഈ ഇടയ്ക്ക് വല്ല ആനിമൽസും എല്ലാം വന്നിട്ടുണ്ടോ? നമുക്ക് പോകുന്ന വഴിക്ക് നമുക്ക് മിക്കവാറും നമുക്ക് കാണാം. പക്ഷേ ഈ വണ്ടി എപ്പോഴും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇച്ചിരി പാടായിരിക്കും. എന്നാൽ നമുക്ക് ലെക്കൊണ്ടേ കാണാം. ബസ്സിൻ്റെ ടിക്കറ്റ് റേറ്റ് എത്ര? ബസ്സിന് 30 രൂപയും എൻട്രൻസ് ടിക്കറ്റ് 45 രൂപ. പിന്നെ ഒരാൾക്ക് 75 രൂപ വരും. അകത്ത് ചെന്ന് ബോട്ട് ടിക്കറ്റിന് 255 രൂപയാണ് ഒരാൾക്ക് പെർ ഹെഡ് അല്ലേ? ഹെഡ്. അത് ഫോറസ്റ്റിൻ്റെ ആണെങ്കിൽ നമുക്ക് പിള്ളേരുടെ സ്റ്റുഡൻസ്, അതായത് പിള്ളേരുണ്ടെങ്കിൽ അത് ഹാഫ് ടിക്കറ്റ് കിട്ടും. എത്ര വയസ്സൊന്നുമില്ല ഹാഫ് ടിക്കറ്റ്? 5 to 11. 5 to 11. ഓക്കെ, താങ്ക് യു സാർ. ഇതൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന ആളുകളാട്ടോ. പോയിട്ട് ബോട്ടിങ് സവാരി കഴിഞ്ഞ് അതെല്ലാം ഇറങ്ങിയിട്ട് തിരിച്ചു വരുന്ന ആളാണ്. ഇതുപോലെ ഓരോ വണ്ടിയിലും നമ്മളെ കൊണ്ടുപോവുകയും ചെയ്യും, കൊണ്ടിറക്കുകയും ചെയ്യും. സാറ് പറഞ്ഞ പോലെ നിങ്ങൾക്ക് റേറ്റും കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ. ഇവിടെ വന്നിട്ട് ബസ്സിനും പ്രത്യേകം റേറ്റ് കൊടുക്കണം, അല്ലാതെ ബോട്ടിങ്ങിനും പ്രത്യേകം റേറ്റ് കൊടുക്കണം. രണ്ടിനും 2 റേറ്റാണ്. നമ്മൾ ബസ്സിലോട്ട് പോകാൻ വേണ്ടി പോകണേ. ഇല്ലേ, ഞങ്ങൾ ബോട്ടിങ്ങിന് പോവാണ്. നമ്മുടെ ബസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് സീറ്റ് പിടിച്ചിട്ട് പോകുന്നത്. തേക്കടിയിലോട്ടുള്ള മെയിൻ ഗേറ്റ് ആണ് കേട്ടോ. പെരിയാർ ടൈഗർ റിസർവ് എഴുതിയിട്ടുണ്ട്. ഫുള്ള് കുരങ്ങളാണ് കേട്ടോ. ബോട്ടിംഗ് സ്പോട്ട് താഴെയാണ് കേട്ടോ. നമുക്ക് കാണാൻ പറ്റുന്ന കാണിച്ചത് താഴെ കണ്ടോ. അവിടെ നിന്നാണ് നമ്മൾ ബോട്ടിംഗ് റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളെല്ലാം നിറയെ ആളുകൾ ഇവിടെ വേറെ ഉണ്ട്. ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളുണ്ട്. ഫോറിൻ കൺട്രീസ് ആയാലും എല്ലാവരും ഇഷ്ടംപോലെ ആളുകൾ ഇവിടെ വരുന്നുണ്ട്. തേക്കടിയിൽ ഇപ്പോൾ കാണുന്ന തടാകം എന്ന് പറയുന്നത് മുല്ലപ്പെരിയാർ ഡാം കെട്ടിയതിന് ശേഷം ഉണ്ടായതാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ചൂട് എന്ന് പറയുന്നത് 29 ഡിഗ്രിയും കുറവ് എത്ര? 18 ഡിഗ്രിയാണ്. ഇവിടെ രാവിലെ 6 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് സന്ദർശന സമയം. നമ്മളിപ്പോൾ താപ്പോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ബോട്ടിൽ കയറാനായിട്ട്. നല്ല തിരക്കുണ്ട്. ദൂരമായിട്ട് കാട്ടി നിൽക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് കാണാൻ പറ്റത്തില്ല. നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. ടൈം 1:45 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോട്ടിംഗ് സവാരി സ്റ്റാർട്ട് ചെയ്യുന്ന 1:45 അപ്പോൾ 1:45 നമ്മുടെ ബോട്ടിംഗ് സവാരി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഒത്തിരി ബോട്ടുകളൊക്കെ അവിടെ കിടപ്പുണ്ട്. അപ്പം ഞങ്ങൾ ഫുള്ള് 8 പേരാണ്.
ബോട്ടിന്റെ അടുത്തെത്തി കേട്ടോ. അടിപൊളി കിട്ടില്ല വൈബ്. ഇവിടെ വന്നപ്പോൾ നല്ല അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട്. ബോട്ടിലോട്ട് കയറാൻ പോകണം കേട്ടോ. നമ്മളിവിടുന്ന് 3ാമത്തെ ബോട്ടിലാട്ടോ. 3 ബോട്ട് അടുപ്പിച്ചിട്ടൊക്കെ അതിൽ 3ാമത്തെ ബോട്ടിലാട്ടോ നമ്മൾ പോകാൻ പോകുന്നത്. ബോട്ടിലെ കയറി ലൈഫ് ജാക്കറ്റ് കിട്ടി. നേരത്തെ പറഞ്ഞ് ഞാൻ ആദ്യം ബോട്ട് ഉണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അതിലായിരിക്കുന്നു. പക്ഷെ 3 ബോട്ട് അടുപ്പിച്ചിട്ട് എന്നിട്ട് 3ാമത്തെ ബോട്ടിലായിരുന്നു. 3 അല്ല 4 ബോട്ടുണ്ടോ ഇപ്പോഴത്തെ ഓർമ്മയുണ്ട്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നല്ലേ. ഒരു ബോട്ട് എടുത്തു. ബോട്ടാണെ തുടങ്ങി. അത് അവിടെ ഫുൾ കാടാട്ടോ. വല്ല ആനിമൽസ് കൊണ്ട് നമുക്ക് പകർത്താം, സീനാക്കാം. അടിപൊളി നല്ല തണുപ്പുണ്ട്. മുന്നേ വേറെ ബോട്ടുകളൊക്കെ പോകുന്നുണ്ട്. ഇഷ്ടംപോലെ ബോട്ടുകളുണ്ട്. കാട്ടുപോത്തിന് കിട്ടിയിട്ടുണ്ട്. കാട്ടുപോത്ത് നല്ല കിടക്ക് സൈസുള്ള കാട്ടുപോത്തിനെ നമ്മൾ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ പിന്നെയും കാട്ടുപോത്തിനെ സ്പോട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ഒരാളേ ഉള്ളൂ. മറ്റേത് 11 ഉണ്ടായിരുന്നു. ഇത് ഒരാളേ ഉള്ളൂ. ഞാനാണ് കേട്ടോ മാൻ. ഇതാണ് ലേക്ക് പാലസ്. ഇവിടെ വന്ന് റൂമും റിസോർട്ടൊക്കെ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വരാം. അപ്പം നമ്മുടെ ബോട്ട് യാത്ര അവസാനിച്ചിരിക്കുന്നു. അങ്ങനെ നമ്മൾ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ ക്യൂ നിൽക്കണം. അങ്ങറ്റം വരെ ക്യൂ ഉണ്ട്. ഇത് നേച്ചർ വാക്കിന് പോകാനുള്ളതാണ് കേട്ടോ. കാട്ടിൽ കൂടെ പോകുന്നത്. നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടായിരുന്നു കുറേ പേര് ഇങ്ങനെ പോകുന്നത്. അവരുടെ കൂടെ ഒരു ഗൈഡൊക്കെ കാണും. നമ്മുടെ ബസ് വന്നിട്ടുണ്ട്. നമ്മൾ പോവാണ്. ഇതൊക്കെ ഇനി അടുത്ത ബസ്സിന് കയറാനുള്ളതാണ്. ബോട്ടിങ് കഴിഞ്ഞ് തിരിച്ച് പാർക്കിങ്ങിലെത്തിയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? ടൈഗറും ആനയൊക്കെ കാണാൻ പോയി. പക്ഷെ അതിനൊന്നും കണ്ടില്ല. എന്താ കണ്ട്? കണ്ടു, മാനിനെ കണ്ടു, കാട്ടുപന്നി കണ്ടു. അങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസ് ആണല്ലേ. ഓരോ നന്നായിരുന്നു. നല്ലതല്ലായിരുന്നു. നല്ല തണുപ്പും നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? അമ്മച്ചി എങ്ങനെ ഉണ്ടായിരുന്നു? ജംഗ്ഷൻ വരെ വന്നിട്ടുള്ളായിരുന്നു. ആണല്ലേ. പാർക്കിംഗ് തേക്കടിയിലെ കയറുന്ന ഫോറസ്റ്റ്. അതെ അതെ, അവിടെ വരെ വന്നിട്ടുള്ളായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? ആണല്ലേ. നല്ലതല്ലേ? അടിപൊളി. ഫുൾ ഉറക്കമായിരുന്നു കേട്ടോ. അപ്പൊ ഒന്നും കണ്ടില്ല. യേസ് നമ്മളങ്ങനെ വീട്ടിൽ പോവാണ് തിരിച്ച്. അപ്പൊ ഞങ്ങൾ വീട്ടിൽ വന്നു. ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ്. എങ്ങനെ ഉണ്ടായിരുന്നു സുഖിലേ? അടിപൊളിയായിരുന്നു. നമ്മള് എന്താ അധികം ആനിമൽസ് ഒന്നും കണ്ടില്ല. എന്നാലും അടിപൊളിയായിരുന്നു. കൊള്ളാം. കുറച്ചൊക്കെ കണ്ടുള്ളൂ. എന്നാലും ആദ്യമായിട്ടാണ് അത് കാണുന്നത്. അതുകൊണ്ട് നല്ലതായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ വീണ്ടും കാണാതായിരിക്കും. ബൈ.